ജരിതയുടെ കഥ. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് ജരിത എന്ന പക്ഷിയുടെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും കഥ വിവരിക്കുന്ന ഭാഗം. പാഠപുസ്തകത്തിൽ പലരും പഠിച്ചിട്ടുള്ള ഈ വരികൾ കവിതാരാമത്തിനു വേണ്ടി ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ്. അരണ്യം തന്നിൽ പിടിപെട്ടിതു വഹ്നിദേവൻ, കരഞ്ഞു തുടങ്ങിനാൾ ജരിത താനുമപ്പോൾ. നിർഘൃണനായ പിതാവിവറ്റയുപേക്ഷിച്ചാൻ, ദുഃഖിക്കുമാറായി ഞാൻ പൈതങ്ങളിവരോടും. പറക്കപ്പോകാതെയും വന്നിതു ബാലന്മാർക്ക്, നിരക്കപ്പിടിപെട്ടു വനത്തിലഗ്നിതാനും. ഞാനിനി ഇവറ്റെ എന്തോർത്തതെൻ തമ്പുരാനേ, ഞാനിനി ഇവറ്റെ എന്തോർത്തതെൻ തമ്പുരാനേ. കാനനത്തിങ്കലഗ്നി പിടിച്ചു നാലുപാടും. ഇങ്ങനെ കരയുമ്പോൾ പൈതങ്ങളുര ചെയ്താൽ, എങ്ങാനും പൊയ്ക്കൊള്ളുകമ്മേ നീ കൂടെ മരിക്കേണ്ട. ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടാം, എങ്ങനെയുണ്ടാകുന്നു നീ കൂടെ മരിക്കിലോ. ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മുടിക്കേണ്ട, മംഗലം വന്നുകൂടും പിന്നെയുമെന്നേ വരൂ. അല്ലായിൽ താതൻ ചെയ്തതൊക്കെ നിഷ്ഫലമല്ലോ, നല്ല ലോകങ്ങൾ കിട്ടാ താതനെന്നതും വരും എന്നതു കേട്ടു പറഞ്ഞിടിനാൾ ജരിതയും. എന്നുടെ പൈതങ്ങളെ നിങ്ങളുമൊന്നു വേണം, ഇക്കണ്ട മരത്തിൻ കീഴുണ്ടെലിമടയതിൽ പുക്കുകൊള്ളുവിൻ നിങ്ങളെന്നാൽ ഞാനൊന്നു ചെയ്വൻ. പൂഴി കൊണ്ടതിൻ മുഖം മൂടിവയ്ക്കയും ചെയ്യാമൂഴിതൻ താഴെ തീയും തട്ടുകയില്ലയല്ലോ. കീഴേ പോയി കിടന്നുകൊണ്ടിടുവിൻ, തീയാറിയാൽ പൂഴിയും നീക്കിക്കൊണ്ടു പോന്നുകൊള്ളുവിനല്ലോ. പൈതങ്ങളതു കേട്ടു മാതാവോടുര ചെയ്താർ. പൈതാഹത്തോടു മേവുമെലിയുണ്ടതിലമ്മേ, പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലും, ഇറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ. ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിനേക്കാൾ വെന്തു ചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും, ഭർത്താവു തന്നെ പ്രാപിച്ചുത്തമന്മാരായുള്ള പുത്രന്മാരെയും ലഭിച്ചിടുക മാതാവേ നീ. എന്നതു കേട്ട നേരം വന്നൊരു ശോകത്തോടെ, തന്നുടെ പൈതങ്ങളെ നോക്കിയും കരഞ്ഞിട്ടും പിന്നെ താൻ പറക്കയും മറിഞ്ഞു നോക്കുകയും എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയാളവൾ. പിന്നെ താൻ പറക്കയും മറിഞ്ഞു നോക്കുകയും എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയാ